അപ്പോൾ എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിന് ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെയൊക്കെ ഏരിയയിൽ തന്നെയാണ്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് എത്തി നിൽക്കുന്നതിന് ഒരു പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതായത് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കുറേയൊക്കെ പ്രയത്നിക്കുന്ന ജനറേഷനാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതായത് പണ്ടത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന കാര്യത്തിൽ നിന്ന് മാറി ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതൽ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രയത്നിക്കുന്ന നമ്മുടെ ചാനലിൽ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം കാണുന്നവർക്കറിയാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചെറുക്കൻ, അതായത് 13ാമത്തെ വയസ്സിൽ ടൂറിസ്റ്റ് ബസ് അവൻ സ്വപ്നം കണ്ട് തുടങ്ങിയതാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പേർക്ക് ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകരയിലുള്ള കറക്റ്റ് പ്ലേസ് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയ്ക്കും ബാലരാമപുരത്തിനിടയ്ക്ക് എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗാങ്സ്റ്റർ ഹോളിഡേയ്സിന്റെ 14 സീറ്റ് ടൂറിസ്റ്ററാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാര് ഈ കേൾക്കുന്ന സൗണ്ട് ആയിട്ടെങ്കിൽ മനസ്സിലാവും ഓക്കൽ എങ്ങനെയാണെന്ന് എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല. ഈ ചെറുക്കൻ്റെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എങ്ങനത്തെ വീഡിയോ ആണ്, എങ്ങനത്തെ ചെക്കനാണ് എന്ന്. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മോഗ്ര വ്ളോഗേഴ്സിന്റെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ ഈ ഒരു 15 സീറ്റ് ചെറുക്കൻ, ഈ ഗാങ്സ്റ്ററിന്റെ അതായത് കില്ലാടി ചെറുക്കനെയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ വണ്ടിയുടെ സാരഥി, അതായത് സാരഥി ഓണറും സാരഥി എല്ലാം ഒരേ ഒരാളാണ് തന്നെയാണ്. അപ്പോൾ അയാൾ നമുക്ക് പരിചയപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ ഈ നിൽക്കുന്ന ചെറുക്കനാണ് ഈ ഒരു വണ്ടിയുടെ മുതലാളിയും ഡ്രൈവറും എല്ലാം ഇയാൾ തന്നെയാണ്. നമ്മൾ പലരും സ്വപ്നം കാണാറുണ്ട്. ഈ സ്വപ്നം കാണുന്ന സമയത്ത് പല സ്വപ്നങ്ങളാണ്. 13ാമത്തെ വയസ്സിൽ എങ്ങനെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞ സ്വപ്നം കാണാൻ തോന്നി? വണ്ടി സ്കൂളിൽ പോകുമ്പോൾ വണ്ടി കാണുമായിരുന്നു. സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്ത് ആ മഹേന്ദ്രയോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നി. പിന്നെ അത് മഹേന്ദ്ര ടൂറിസ്റ്ററിലോട്ട് 18ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ഒരു പ്രചോദനമായിട്ട് കിട്ടി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന വണ്ടി മാത്രമല്ല, 49 സീറ്റും സ്വന്തം പേര് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ആശാൻ. അതാണ് അതിലെ ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് രണ്ട് വണ്ടിയും? ഇപ്പൊ രണ്ടാമത്തെ വണ്ടി വന്ന് 2 വണ്ടി ആയി 14 സീറ്റ് ട്രാവലർ ഉപയോഗിച്ചുകൊണ്ടെന്ന് 3 വർഷമായി. അടുത്തൊരു 49 സീറ്റിലേക്ക് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാം. 49 സീറ്ററായിട്ട് മുന്നിലോട്ട് പോകുമ്പം നമുക്ക് ആദ്യത്തെക്കാളും കോണ്ടാക്ട് കാര്യങ്ങളെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആവണുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയിൽ നിന്നുള്ളൊരു ഹാപ്പിനെസ്, അതാണ് നമ്മളെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം. പിന്നെ നമ്മളെ വരുന്ന കസ്റ്റമറെ ഒന്ന് സംതൃപ്തിയാക്കുക. അപ്പോൾ മച്ചന്മാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു വണ്ടിക്കാരനും ഈ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടില്ല. ആകെ കിട്ടുന്നത് കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് സന്തോഷങ്ങളും കുറച്ച് യാത്രകളും മാത്രമാണ്. നമ്മൾ 13ാമത്തെ വയസ്സിൽ നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, വണ്ടി വേണമെന്ന് തോന്നി, 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇന്നിപ്പോൾ നിനക്ക് 23 വയസ്സായി. ഈ 23 വയസ്സെന്ന് എടുത്തു പറയാനുള്ള കാര്യം, പല വണ്ടി നമ്മളെ ഇപ്പം നമ്മുടെ ചാനലിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും മെസ്സേജ് അയക്കുന്നതെല്ലാം ഈ ഒരു 16, 17, 18 വയസ്സുള്ള പിള്ളേരാണ്. അവർക്ക് ഈ വണ്ടികളോടുള്ള ഇഷ്ടം തോന്നി പല 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 ക്രൈസാണ്. ചിലർക്ക് കാറ്, ചിലർക്ക് ബസ്, ചിലർക്ക് ഇതുപോലത്തെ ടൂറിസ്റ്റർ. അപ്പം ഈ 23ാമത്തെ വയസ്സിൽ ഇപ്പോൾ നിന്റെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിയെ പറ്റി നിന്റെ ഒരു നമ്മൾ പറയില്ലേ, ഈ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിൽ സെന്റൻസ്, ആ ഒരു കാര്യങ്ങൾ പറ. സെന്റിമെന്റലായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ 3-4 വർഷം വരെ ആവുന്നുണ്ട്. പിന്നെ ഈ വണ്ടി എൻ്റെ ഫാമിലിയിലൊരു അംഗത്തെ പോലെയാണ്. ഈ വണ്ടി ഞാൻ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. ബസ്സിന് ഒരു ഡ്രൈവറുണ്ട്, ക്ലീനറുണ്ട്. ഈ വണ്ടി പുറത്താർക്കും അങ്ങനെ ഓടാൻ കൊടുത്തിട്ടുമില്ല. ഈ വണ്ടിയായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പിന്നെ വഴിയിൽ ചതിച്ചിട്ടില്ല, ആരുടെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസരവും വണ്ടിയായിട്ട് എനിക്ക് തന്നിട്ടില്ല.
ഈ ഗ്യാങ്സ്റ്റർ എന്ന് പറയുന്ന പേരിടാനുള്ള കാരണം എന്താണ്? എന്നുള്ള പേരിടാൻ കാരണം അനിയൻ തന്നെയാണ്. അനിയനാണ് പേര് സെലക്ട് ചെയ്തത്. ഈ നിൽക്കുന്നതാണ് അനിയൻ. പറ, എന്താണ് ഈ പേരിടാനുള്ള കാരണം? ഗ്യാങ്സ്റ്റർ. നമ്മള് വണ്ടി ഫീൽഡിലൊക്കെ വരും മുമ്പേ ഭയങ്കര പബ്ജി ഭ്രാന്തന്മാരായിരുന്നു. അപ്പൊ പബ്ജിയില് ആ ഒരു ടീംമേറ്റിന്റെ പേര് കണ്ട് ഇൻസ്പയർ ആയിട്ട് പബ്ജിയില് ടീംമേറ്റിന് അപ്പൊ കൃത്യമായ കാരണമുണ്ട്. എന്താണ് പേരിടാനുള്ള കാരണം? പബ്ജി ഭ്രാന്തനായ അനിയനും വണ്ടി ഭ്രാന്തനായ ചേട്ടനും കൂടെ ഗ്യാങ്സ്റ്റർ എന്ന പേരിട്ടു. എഡിഷൻ നെയിമിന്റെ കാര്യം? എഡിഷൻ നെയിം വണ്ടി വാങ്ങിയപ്പോഴും അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് ആ വണ്ടി കില്ലാടി എന്ന് എന്റെ വീടിനടുത്തുള്ള കൊച്ച വണ്ടിയുടെ പഴയ ഓണറിന്റെ മകള്. അപ്പോൾ പുള്ളിയുടെ മകളാണ് കില്ലാടി എന്നുള്ള പേര് സെലക്ട് ചെയ്തായിരുന്നു. അത് ഞങ്ങൾ എടുത്ത ശേഷവും ആ കൊച്ചിന് ഈ വണ്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കാണാൻ ആ കൊച്ചിന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ആ കൊച്ചിന്റെ അച്ഛൻ എടുത്ത വണ്ടിയായിരുന്നു നമ്മൾ ആ കില്ലാടി എന്നുള്ള പേര് കണ്ടിന്യൂ ചെയ്തു. ഒരു സെന്റിമെന്റ്. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഈ ഓണർ പയ്യൻ്റെ വിശേഷങ്ങളെല്ലാം എന്ന് പറയുന്നത് ഇത്രയെല്ലാമാണ്. ഇനി നമ്മുടെ ചെക്കനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ചെക്കൻ്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം കിഡിലൻ ലുക്കാണ് ഇവർ ഈ വണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് മോളിൽ നിന്ന് പറഞ്ഞുതരാം, ഏറ്റവും മണ്ടയ്ക്ക് ഒരു സാധനം ഇരിപ്പുണ്ട്. അതായത് ടോപ്പ് ലൈറ്റും ലുട്ടാപ്പിയുടെ കൊമ്പും അവന്മാർ ഏറ്റവും മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ നേരെ താഴേക്ക് വരുമ്പോൾ ഒരു നമ്മുടെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയാണ് അവരുടെ ഗ്യാങ്സ്റ്റർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഫോണ്ട് വരുന്നത്. അതായത് ആ ഒരു ഫോണ്ടിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കാണാൻ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ആ ഒരു ഫോണ്ടിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ആ ഒരു കളർ തീമായാലും അടുക്കുള്ള ആ ഒരു വരകളായാലും ഇവരിരുന്ന് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ ചെയ്ത ഒരു ഫോണ്ടാണിത്. അതിന് അകത്ത് നെയിം ബോർഡും എല്ലാ സംഭവങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് വരുമ്പോൾ കില്ലാടി എന്നുള്ള എഡിഷൻ നെയിമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരെ താഴെ ബോൺ ടു റൂൾ ദ കിങ്ഡം എന്ന് അവർ ഒരു ഹാഷ് ടാഗ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ താഴേക്ക് വരുമ്പോഴാണ് ആ ഒരു മഹേന്ദ്ര ടൂറിസ്റ്റ് എല്ലാത്തിലും അവർ ആ ഒരു പെയിൻറ്റിങ്ങിൽ ചെയ്യുന്ന സംഭവം ഈ ഒരു ഈഗിളിൻ്റെ ഒരു കണ്ണ്, ഈ ഒരു എന്തോ ഒരു ഗൗരവത്തിൽ നോക്കുന്ന ആ ഒരു ഈഗിളിൻ്റെ കണ്ണ് ഇവിടെ വരച്ച് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ബമ്പർ, ഈ വലിയ ബമ്പറാണ് മഹേന്ദ്ര ടൂറിസ്റ്ററിന് സത്യം പറഞ്ഞാൽ ആ ഒരു ലുക്കാക്കുന്നത് ഏറ്റവും കൂടുതൽ. മഹേന്ദ്ര ടൂറിസ്റ്ററിന് കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ കിട്ടും. അതിനെയാണ് ഇവർ വണ്ടി പുരാന്തന്മാരും പാനാസിറ്റി ടൂറിസ്റ്റിലുള്ളവരും ഈ ഒരു ലെവലിൽ ചെയ്ത് ലുക്കാക്കി വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും താഴേക്ക് വരുമ്പോഴുള്ള ഈ ഒരു ക്രാഷ് കാർഡ് തന്നെയാണ് ഒരു എടുത്തു പറയേണ്ടത്. അതായത് ഈ വണ്ടിക്ക് പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ തീം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് ഫുൾ ഒരു കളർ തീം അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നേരെ ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റിയറിംഗ് സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് കളിക്കാം, അത് വളരെ ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിററിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുഖച്ചായുള്ള, എൻ്റെ മുഖച്ചായ അല്ലേ ആരുടെ ഒരു മുഖച്ചായുള്ള ഒരു മുഖംമൂടി ഇവിടെ അവർ വച്ചിട്ടുണ്ട്. നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് ഇവിടെ ഒരു കൊടി പോലെ കെട്ടിയിട്ടുണ്ട്. ഇപ്പം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ലുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് ഗ്യാങ്സ്റ്ററിൻ്റെ കില്ലാടി എഡിഷനിൽ കിട്ടുന്നത്. അതുപോലെ സൈഡിലേക്ക് പോകുമ്പോൾ ഇതവിടെ ഓണർ ഓഫ് ഗ്യാങ്സ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓണർ പയ്യൻ്റെ ഇൻസ്റ്റാ ഐ ഡി തന്നെയാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ തന്നെ ഇൻസ്റ്റാ ഐ ഡി തന്നെയാണ് കേസ്. അതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു കളർ തീമൊന്നും ഇതാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞത്. അതായത് വൈറ്റ് ബ്ലൂ കളർ തീമിലാണ് ഈ സൈഡിൽ ഒരു ഗ്രാഫിക്സ്. നമ്മുടെ ഓണറിൻ്റെ പയ്യൻ്റെ പേരാണ് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ശ്രീജിത്ത് ചെയ്തേക്കുന്നത് ഇത് പറഞ്ഞിപ്പോന്നു. എടാ എന്തായാലും കാര്യം ചോദിച്ചോട്ടും, ഈ ഒരു കളർ തീം, ഒരു ബ്ലൂ വൈറ്റ് കളർ തീം നിനക്ക് എങ്ങനെയാ കിട്ടിയേ? നമ്മുടെ വണ്ടികളെല്ലാം ബ്ലൂ കളറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ബ്ലൂ കളർ ഡിസൈൻ ചെയ്തിരുന്നോണ്ട് നമ്മൾ നോക്കിയെടുത്തു. പിന്നെ അവന് പ്രത്യേകിച്ച് നീലയോടൊരു പ്രത്യേക മമത ഉണ്ടല്ലേ. അതുകൊണ്ട് ബാക്കിലേക്ക് വരുമ്പോഴും നമ്മൾ ഫ്രണ്ടിൽ കണ്ടതില്ല ഇവരുടെ എല്ലാത്തിൻ്റെ ഒരു ഐഡിയ, ആ ഒരു ലുക്ക് ഐഡിയ മൊത്തം കൊടുത്തിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. ഏറ്റവും മുകളിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ ഏറ്റവും മുകളിലൊരു എക്സ്ട്രാ ഒരു കാരിയർ പോലെ ഏറ്റവും മുകളിൽ ആ ഒരു ലുക്കാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവിൻ്റെ ഒരു സംഭവം പോലെയൊക്കെ ചെയ്ത് സൈഡിൽ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്ത് എന്തോടാ പരുന്താണ്. ആ ഗൈസ് പ്രാവല്ല പരുന്താണ്. അതിൽ നേരെ താഴേക്ക് വരുമ്പോൾ ഒരു ലാഡർ സംഭവം ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്ത് വരുന്ന രീതിയിൽ. അതായത് മഹേന്ദ്ര ടൂറിസ്റ്റർ എന്ന് പറയുമ്പോൾ സാധാരണ മൊത്തമൊന്നും വരത്തില്ല, അത് ഇതുവരെ ഉള്ളൂ. ഇതൊക്കെ ഇവരെല്ലാം എക്സ്ട്രാ മോഡിഫൈ ചെയ്യും പോലെ വെച്ച്. കാരണം ഒരു വണ്ടിയാക്കുന്നത് നമ്മൾ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കയറ്റുമ്പോഴാണ് ആ ലുക്കാക്കി നടത്താൻ വേണ്ടിയാണല്ലോ വണ്ടി ഭ്രാന്തന്മാർ വണ്ടി എടുക്കുന്നത്. പ്രത്യേകിച്ച് വണ്ടി എടുക്കുന്നത് വെറുതെ കൊണ്ട് നടക്കാനല്ലല്ലോ, ലുക്കാക്കി ഒരു വണ്ടി ഭ്രാന്തന്മാരുടെ ഇടയിൽ ഇവന് വണ്ടി കാണുമ്പം ഒരു സംതൃപ്തി വേണ്ടി, ആ സംതൃപ്തി കാണുന്ന വണ്ടി ഭ്രാന്തന്മാർക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേസ് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്
ഐ വാണ്ട് ടു ബി എഫക്റ്റീവ് നോട്ട് ഫേമസ്. അതായത് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരു എഫക്റ്റീവ് ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വണ്ടിയെ എല്ലാം കൊണ്ട് നടക്കുന്നത്. അവിടെ ഗാങ്സ്റ്റർ ഹോളിഡേയ്സ് എന്നും അവരുടെ സ്ഥലം എരുത്താവർ ബാലരാമപുരം അതിൽ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിച്ചാൽ മതി. 24/7 ഓൺലൈനിൽ കാണും ഗൈസ്. ഇതൊന്നുമില്ല, 24 മണിക്കൂറും ഓൺലൈൻ കാണും. ഓൺ സ്പോട്ട് റിപ്ലൈ കിട്ടും. അതാണ് ഈ ഒരു വണ്ടിയുടെയും പ്രത്യേകത. തിരുവനന്തപുരത്തെ അപൂർവം ചില വണ്ടിക്കാരന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഗൈസ്. ഉറക്കവും ഇല്ല, എന്തായാലും ഉറങ്ങി കിടന്നാൽ പോലും വിളിച്ച ഫോൺ എടുക്കും. ഇതെവിടെ സൈഡിൽ വേറെ സാധനം ഇട്ടുണ്ട്, ലവ് ഈസ് ഫക്കിങ് എക്സ്പെൻസീവ്. സീരിയസ് ആയിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഇടാനുള്ള കാരണം? അതിനൊരു മീനിങ് ഇല്ല. മീനിങ് ഇല്ലെന്നല്ല കേസ്, അതിന് മീനിങ് ഉണ്ട്. ലവ് ഈസ് ഫക്കിങ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ, പ്രണയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെൻസീവ് കയ്യിൽ നിന്ന് കാഴ്ചിറങ്ങും ആ പ്രണയം. പക്ഷേ പെണ്ണിനെ കൊണ്ട് നടക്കുന്ന പ്രണയമല്ല കേസ് ഉദ്ദേശിക്കുന്നത്, വണ്ടിയോടുള്ള പ്രണയമാണ്. ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ അത് വെറും തെറ്റാണ്, തോന്നൽ മാത്രമാണ്. വണ്ടിയെ കൊണ്ട് നടക്കുമ്പോൾ വണ്ടിയുടെ പ്രണയം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യും, കുറേ ലുക്കാകും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള കാര്യം. അതായത് ലുക്കാണ് ഇവനെ ഏറ്റവും വലുതായിട്ട് ഇവനൊരു പ്രത്യേക യുണീക്ക് ആക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അതായത് മഹേന്ദ്ര ടൂറിസ്റ്റർ കൊണ്ട് നടക്കുന്നവരിൽ ലുക്കാക്കി കൊണ്ട് നടക്കുന്ന വണ്ടികൾ കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ലുക്കാക്കി കൊണ്ട് നടക്കുന്ന വണ്ടികളിൽ ഒന്നാണ് ഗാങ്സ്റ്ററിൻ്റെ കില്ലാടി എഡിഷൻ. അതായത് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ കേസ്, മാസമാണ്. ഈ വണ്ടി കൊണ്ട് എവിടെ പോയാലും തലകുനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, ഇനി വരെയില്ല. ഇനി കുറച്ചും കൊണ്ട് 5 വിരിപ്പ് കൂടുമെങ്കിലേ ഉള്ളൂ. അമ്മാതിരി വോക്കലിൻ്റെ അപ്ഡേഷനാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ വെച്ചാൽ ബാക്കിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്രയെല്ലാമാണ്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇനി വണ്ടിക്ക് അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അപ്പോൾ വെച്ചാൽ നമ്മൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അകത്തും ഒരു ബ്ലൂ കളർ ഫിനിഷിങ്ങോടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ സീറ്റിൻ്റെ കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ കമ്പനി സീറ്റല്ല കൊടുത്തിരിക്കുന്നത്, ഇത് പ്രകാശിൻ്റെ നമ്മുടെ 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുന്ന ആ ഒരു സീറ്റാണ് എക്സ്ട്രാ അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ആൾക്കാർക്ക് ഇരുന്ന് പോകുമ്പോൾ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീറ്റ് അവർ പ്രത്യേകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം ബ്ലൂ കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വർക്ക്, സാധാരണ നമ്മളിപ്പം വണ്ടികളൊക്കെ വർക്ക് ചെയ്യുന്നത് വേറെ സെറ്റ് വർക്കിന് കൊടുത്തിട്ടല്ലേ. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കുട്ടൻസ്, വർമാസ്, PRS, സെലക്ട്രിക്സ്, അങ്ങനെ RX ഓഡിയോസ്, അങ്ങനെ മറ്റ് സെറ്റ് വർക്കുകൾ കൊടുത്തിട്ടാണ് ഓരോരുത്തർ വണ്ടി ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടിയുടെ സെറ്റ് വർക്കും നമ്മുടെ ലൈറ്റ് വർക്കും എല്ലാം ചെയ്യുന്നത് ഗാങ്സ്റ്റർ സെറ്റ് വർക്ക്. അതായത് ഇവന്മാർ സ്വന്തമായിട്ട് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അതായത് വേറെയും 2-3 വണ്ടികളൊക്കെ ഇവർ സെറ്റ് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റ് വർക്കിന് എല്ലാം തുടക്കം കില്ലാടിയിൽ നിന്നായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് പറയടാ. എക്സ്പീരിയൻസ് പഠിത്തം കഴിഞ്ഞ ഉടനെ വർക്ക്ഷോപ്പിലായിരുന്നു. ഓട്ടോമൊബൈൽസ് പിന്നെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്ക് ഫുള്ള് പഠിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുന്നു. വണ്ടി എടുക്കേണ്ട കാശിന് വേണ്ടിയാണ് വർക്ക്ഷോപ്പിൽ പോയത്. പക്ഷേ വണ്ടി എടുക്കേണ്ടത് ലൈസൻസിന് സമയമായപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് തിരിഞ്ഞു. പഠിച്ച പണി നമ്മളെ വണ്ടിയിൽ ചെയ്തു. അതായത് ഇപ്പം വേറെ 2-3 വണ്ടികളൊക്കെ ഇവർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എടുത്ത് പറയേണ്ട കാര്യം, കുറച്ച് ദിവസമായുള്ളൂ ഇതിൽ വോക്കലിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട്. ഞാൻ ഇന്നാണ് കേൾക്കുന്നത്, എൻ്റെ പൊന്നെ പറയാൻ വാക്കുകളില്ല. അതായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിടത്ത് പോലും തലകുനിക്കേണ്ട അവസ്ഥ വരില്ല. അത്രയ്ക്ക് കിഡിലായിട്ടുള്ള വോക്കൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്തതും തന്നെയാണ് ശ്രീത്ത് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ആ ഒരു വോക്കലിൻ്റെ സെറ്റപ്പും ചെയ്തേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ അകത്ത് പറയുമ്പോൾ ഇതെല്ലാമാണ്. പിന്നെ ഈ വണ്ടി ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എന്ന പ്രത്യേകത എന്ന് പറയുന്നത് ലൈസറുകൾ മാത്രം വെച്ച് വണ്ടിക്കകത്ത് ഒരു തരംഗം സൃഷ്ടിച്ചു. അതായത് സാധാ ലൈസർ ഉണ്ടല്ലോ, അതെല്ലാം ബാക്കിൽ ഇതിൻ്റെ അകത്ത് കയറ്റി ആ ഒരു വണ്ടി ഈ ഒരു ലൈസർ ഇപ്പം ക്യാമറ അടിച്ചു കാരണം ലൈസർ ഇടാത്ത അത് ഈ വണ്ടിക്കകത്ത് മൊത്തം നിറഞ്ഞു നിൽക്കും. അമ്മാതിരി സാധനമായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. അതായത് ഈ ഒരു ലൈസറിൻ്റെ സാധനം ഇടുമ്പോൾ വണ്ടി മുഴുവൻ നിറയും. അമ്മാതിരി സാധനമാണ്. ഒന്ന് വണ്ടിയുടെ ലുക്ക് കണ്ടോണ്ട് നിൽക്കാൻ തോന്നും, പ്രണയിക്കാൻ തോന്നും കേസ്. 2 ഈ ഒരു വണ്ടിയിൽ ഇപ്പം ഓണറാണ് കൂടെ പോകുന്നതല്ല, കസ്റ്റമർ സർവീസ്. അവന് കസ്റ്റമേഴ്സ് കിങ് എന്ന് പറയുന്നത് പറഞ്ഞു നടക്കുന്നതല്ല, പ്രവർത്തനത്തിലൂടെ അവൻ കാണിക്കുന്ന സംഭവമാണ്. പക്ഷേ പറയാം, ഇതാണ് വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവൻ്റെ ലോകം, കില്ലാടിയുടെ മാത്രം ലോകം. സീറ്റ് കവറെല്ലാം ഇട്ട് ഒരു ഫ്രണ്ടിൽ നോക്കുമ്പം ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ ശിവൻ്റെ രൂപമൊക്കെ ഫ്രണ്ടിൽ വെച്ച്, ഇതാരടാ ടാപ്പി ഇതെല്ലാം ഫ്രണ്ടിൽ വെച്ച് ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു ഡ്രീം ക്യാച്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സാധനം ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വണ്ടിക്കകത്തും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ പോലെയാണ് ലുക്കാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഈ വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. സാക്ഷാൽ വണ്ടി പ്രാന്തന്റെ ലോകം തന്നെയാണ് കേസ് ഗാങ്സ്റ്ററിൻ്റെ കില്ലാടി.
കാര്യമാണ്. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഗ്യാങ്സ്റ്ററിന്റെ കില്ലാടി എഡിഷനിലെ നമ്മുടെ വിശേഷങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ ഇത്രയെല്ലാമാണ്. പിന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അടിയിലുള്ള സാധനങ്ങൾ തട്ടോ ഇല്ലയെന്ന് നോക്കണം, മുകളിൽ തട്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ചെറുക്കൻ വണ്ടി ഇറങ്ങിയ സമയം മുതലേ കൂടെ ഉള്ളതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെച്ചാൽ ചെറുക്കൻ്റെ വിശേഷങ്ങളെല്ലാം ഇത്രയുമെല്ലാമാണ്. ഇത് തീരുന്നില്ല, ഇനിയും വണ്ടിയുടെ വേറെ വേറെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരുമല്ലടാ. നമ്മളൊരു മൂന്നാറും ശബരിമലയൊക്കെ ഓട്ടോ ഒക്കെ പോകണ്ടേ, എൻ്റെ വ്ളോഗൊക്കെ ഇനി വരുന്നുണ്ട്. പിന്നെ ചെറുക്കൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു സാമ്പിൾ വീഡിയോ മാത്രമാണ് കേസ് ചെയ്ത്. അപ്പോൾ വെച്ചാൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.